വളരെ ശ്രദ്ധിച്ചു പറയേണ്ട കാര്യമാണ് നിദാക്കാത്ത് പോലത്തെ വിഷയം. എന്താ ഈ നിദാക്കാത്ത്? നമ്മളത് നേരത്തെ പറഞ്ഞൊരു വിഷയമാണ്. ഒരു അറബി 10-20 തൊഴിലാളികളെ പോറ്റിക്കൊണ്ടുപോകുന്നവനാണെങ്കിൽ ഔക്കാഫിലേക്ക് മര്യാദക്ക് കാശടക്കുകയും 20 തൊഴിലാളികളിൽ ആ നാട്ടുകാരായ സിറ്റിസൺ, അവിടുത്തെ പൗരൻ, അവിടുത്തെ ഒരു വത്വീനിയെ നിയമിക്കണമെന്നാണ് നിയമം. അങ്ങനെ മര്യാദക്ക് കൊണ്ടുപോകുന്ന ഒരു അറബി, ഒരു സ്പോൺസർ, അയാൾ പച്ചയിലാണ്. പച്ച കുറച്ച് മോശമാണെങ്കിൽ ഇളം പച്ചയാണ്, കുറച്ചും കൂടി മോശമാണെങ്കിൽ മഞ്ഞയാണ്. ഒന്നിനും പറ്റാത്തവൻ അവിടെയും ചുവപ്പില്ല. ഇവിടെ പിന്നെ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഈ ചുവപ്പിൽ പെട്ടവരാണ് ഇപ്പോൾ ഈ റൂമിൽ മാറി കിടക്കുന്നത്. ഓലെ കേച്ചിലാക്കാനപ്പോൾ അഹമ്മദ് സംസാരിക്കണം. ഇവിടെയും കണ്ടങ്ങൾ ചുവപ്പിൽ പെട്ടവരോടാണ് ഞങ്ങൾ ഈ വർത്തമാനം പറയണം. ഈ ചുവപ്പിൽ പെട്ട ആൾക്കാരെ രക്ഷപ്പെടുത്താനപ്പോൾ അഹമ്മദ് പോയത്. പച്ചയിലൊരാളില്ല, പച്ചയിൽപ്പെട്ടവരൊക്കെ നല്ല സുഖസമൃദ്ധിയിലാണ്, അവർക്കൊരു പ്രശ്നമില്ല. അവർ ഇവിടൊക്കെ മുസ്ലിം ലീഗിനോടുള്ള അന്ധമായ വിരോധം കൊണ്ട് ലീഗിനെ പച്ചക്കിട്ട് തിന്നോനൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. എന്നിട്ട് അവിടെ പോയിട്ട് ദ്വാരക്കാണ്, പടച്ചോനെ അബ്ദുൾ റബ്ബിനെയും അഹമ്മദിനെയൊക്കെ നീ പച്ചയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചതുപോലെ ഇനി എൻ്റെ അറബിനെയും പച്ചയിൽ ഉൾപ്പെടുത്തി സഹായിക്കണേ തമ്പുരാനെ എന്ന് ദ്വാരക്കണ സമയമാണ് ഇപ്പോൾ അവിടെ. അപ്പോൾ ഈ പച്ചയെ എതിർത്തതുകൊണ്ട് കിട്ടിയത് അവിടെയും പച്ചക്കാ മെച്ചം. അവിടെ ചുവപ്പിനോട് പുച്ചാണ്, ചുവപ്പിൽ പെട്ടവരാണ് ഇപ്പം ഈ ഖുറൂജ് അടിച്ചിട്ടൊക്കെ വിടുന്നത്, ഓരോരുത്തരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ നാടിൻ്റെ സ്വഭാവം ഇപ്പം ഇവിടെ കണ്ടില്ലേ. ഇവിടെ മാർച്ചിട്ട് പാട്ടി പഴയ പോലെ അവിടെ ബംഗാളികൾ തൊഴിലിന് വന്ന പല സ്ഥലത്തും നിങ്ങൾ ആട്ടിയിട്ടുണ്ടല്ലോ. മാർച്ചിസ്റ്റേൽ ഓല നീതാക്കാത്ത ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. മാർച്ചിസ്റ്റേൽ ബംഗാളികളായ 2 ദോഷമാണ് അവർക്കുള്ളത്. ബംഗാളി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ ഈ അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത തൊഴിലാളി വർഗത്തിന് എന്തെങ്കിലും കുറയോ, അതൊന്ന്. രണ്ടാമത് ബംഗാളിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോട് നാട്ടുകാരൊക്കെ ചോദിക്കും നിങ്ങൾ എന്താ അവിടെ നിന്നിട്ട് പോരാൻ കാരണം. അപ്പോൾ ആ വിവരം കിട്ടിയാൽ ഇവരാണെങ്കിൽ സനത് വാങ്ങാൻ പോണ നാടാണ് ബംഗാൾ. അപ്പോൾ ബംഗാളിൻ്റെ ഒരു ചെറിയ സ്വഭാവം കിട്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 45 കൊല്ലം അധികാരത്തിലിരുന്നോടത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ പഹര ഇവിടെ തന്നെ അത് നിർത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ്. ബംഗാളിയുടെ ഇടക്കാലത്തിൽ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താ സ്ഥിതി എന്നറിയാം, എല്ലാവരും അങ്ങ് തൊഴിലങ്ങ് വാങ്ങി, തൊഴിലില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സമരമില്ല.